ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് നമ്മള് ദശകം 77 ധാരാളം കഥാസന്ദർഭങ്ങളുള്ള ഒരു ദശകമാണ്. അത് നമുക്കൊന്ന് പാരായണം ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ദശകം 77 ഉപശ്ലോക ഉത്പത്തിയും ജരാസന്ധയുദ്ധവും. സൈരന്ധ്ര്യാസ്തദനുചിരം സ്മരാതുരായ യാദോ ഭൂസലളിതമുദ്ധവേന സാർദ്ധം ആവാസം തുതുപഗമോത്സവം സദൈവ ധ്യായന്ത്യാ പ്രതിദിനവാസസജ്ജികായ. ഉപഗതേ ത്വയി പൂർണ്ണമനോരഥാം പ്രമദസംഭ്രമകം പ്രപയോധരാം വിവിധമാനനമാദധതീം മുദാ രഹസിതാം രമയാഞ്ചകൃഷേ സുഖം. പൃഷ്ടാവരം പുനരസാവവൃണോദ്വരാഗി ഭൂയസ്ത്വയാ സുരതമേവ നിശാന്തരേഷു സായുജ്യമസ്തി ദിവദേദ്ബുധ ഏവ കാമം സാമീപ്യമസ്ത്വമനിശമിത്യപി ന ബ്രവീത് കിം. തദോ ഭവാൻ ദേവ നിശാസുകാസുജിത് മൃഗീദൃശം താം നിഭൃതം വിനോദയൻ അദാദുപശ്ലോക ഇതി ശ്രുതം സുതം സ നാരദാത് സാത്വതതന്ത്രവിദ്ബഭൗ. അക്രൂരമന്ദിരമിതോദബലോദ്ധവാഭ്യാമഭ്യർച്ചിതോ ബഹുനുതോ മുദിതേന തേന ഏനം വിസൃജ്യ വിപിനാഗത പാണ്ഡവേയ വൃത്തം വിവേദിത തഥാ ധൃതരാഷ്ട്രചേഷ്ടാം. വിഘാതജാമാതു പരമസുഹൃതോ ഭോജനൃപതേർ ജരാസന്ധേരുന്ധത്യനവധിരുഷാന്തേദമധുരാം രഥാദേർദ്യോർലബ്ധൈ കതിപയബലസ്ത്വം ബലയുധ ത്രയോവിംശത്യക്ഷൗഹിണി തതുപനീതം സമഹൃതാം. ബദ്ധം ബലാധത ബലേന ബലോത്തരം ത്വം ഭൂയോ ബലോദ്യമരസേന മുമോജിധൈനം നിശേഷ ദിഗ്ജയ സമാഹൃത വിശ്വസൈന്യാത് പുണ്യസ്തദോ ഹി ബലപൗരുഷവംസ്തദാനീം. ഭഗ്നസ്സ ലഗ്നഹൃദയോऽപി നൃപൈ പ്രണുന്നോ യുദ്ധം ത്വയാ വ്യഥിത ഷോഡശ കൃത്വ ഏവം അക്ഷൗഹിണീ ശിവ ശിവാസ്യ ജഗന്ധ വിഷ്ണോ സംഭൂയ സൈകനവതി ത്രിശതം തദാനീം. അഷ്ടാദശേസ്യ സമരേ സമവേയുഷി ത്വം ദൃഷ്ട്വാ പുരോധയവനം യവനത്രികോട്ട്യാ. തുഷ്ട്രാവിധാപ്യ പുരമാശു പയോധി മധ്യേ തത്രാധ യോഗബലദ സുജനാനനൈഷീം. പദ്ഭ്യാം ത്വം പത്മമാലീ ചകിത ഇവ പുരാ നിർഗതോ ധാവമാനോ മ്ലേച്ഛേഷേനാനുയാതോ വധ സുകൃതവിഹീനേന ശൈലേന ലൈഷീ. സുപ്തേന അംഗ്ര്യാഹതേന ദ്രുതമധ മുചുകുന്ദേന ഭസ്മീകൃതേസ്മിൻ ഭൂപായസ്മൈ ഗുഹാന്തഃ സുലളിതവപുഷാ തസ്തിഷേ ഭക്തിഭാജേ. ഐക്ഷ്വാഗോഹം വിരക്തോസ്മ്യഖില നൃപസുഖേ ത്വത്പ്രസാദൈകകാംക്ഷി. ഹാ ദേവേതി സ്തുവന്തം വരവിദദിഷു തം നിസ്പൃഹം വീക്ഷ്യ ഹൃഷ്യൻ. മുക്തേ തുല്യം ച ഭക്തിം ധുത സകലമലാം മോക്ഷമപ്യാശു ദത്വാ കാര്യം ഹിംസാ വിശുദ്ധ്യൈ തവ ഇതി ച തദാ പ്രാർത്ഥ ലോകപ്രതീത്यै. തദനു മധുരാം ഗത്വാ ഹത്വാ ചമൂം യവനാഹൃതാം മഗധപതിനാ മാർഗേ സൈന്യേവ നിവാര്യ. ചരം വിജയം ദർപ്പായസ്മൈ പ്രദായ പലായിതോ ജലധിനഗരീം യാദോ വാതാലയേശ്വര പാഹി മാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ
വിനീത നമസ്കാരം. ഇവിടെ സാധാരണ നാരായണീയത്തിലെ ഓരോ ദശകങ്ങളില് 10 ശ്ലോകങ്ങൾ വീതമാണ് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഭഗവാന് സമർപ്പിക്കുന്നത്. ഈ 77ാമത്തെ ദശകത്തില് 12 ശ്ലോകങ്ങളാണുള്ളത്. അപ്പൊ ഇവിടെ ധാരാളം കാര്യങ്ങള് ഈ ദശകത്തില് ഭഗവാന് ചൊല്ലി കേൾപ്പിക്കുന്നുണ്ട് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട്. സൈരന്ധ്രി സംഗമം, അക്രൂരരുടെ വസതിയില് അവിടെ എഴുന്നള്ളുന്നത്, പിന്നെ കുറച്ച് മഹാഭാരതത്തിലെ ചില സന്ദർഭങ്ങൾ പറയുന്നുണ്ട്, ജരാസന്ധനുമായിട്ടുള്ള യുദ്ധങ്ങള്, കാലയവനന്റെ കഥ കഴിച്ചത്, മുചുകുന്ദനെ അനുഗ്രഹിച്ചത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങള്, ദ്വാരകാപുരിയുടെ നിർമ്മാണം, ഇതൊക്കെ നമ്മള് ഈ ദശകത്തില് കാണുന്നുണ്ട്. ഇവിടെ ആദ്യത്തെ 4 ശ്ലോകങ്ങളില് സൈരന്ധ്രി സംഗമം, സൈരന്ധ്രി ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ച ആ സുഗന്ധലേപനങ്ങള് കംസന്റെ രാജധാനിയിലേക്ക് കൊണ്ടുപോകുന്ന ആ ത്രിവക്ര ആയിരുന്ന അവളെ ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി, ഭഗവാന്റെ സാമീപ്യം, ഭഗവാൻ അവളുടെ മനസ്സിന് വക്രതയില്ല എന്നുള്ളത് മനസ്സിലാക്കിയ ഭഗവാൻ, ശരീരത്തിനുണ്ടായിരുന്ന വക്രത, 3 വളവുണ്ടായിരുന്നു അവൾക്ക്, ത്രിവക്ര എന്നായിരുന്നു അവളെ വിളിച്ചിരുന്നത്. അപ്പോ ഭഗവാന്റെ സാമീപ്യം കൊണ്ട്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അവള് ജഗത് സുന്ദരിയായി എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഭഗവാന്റെ ആ മധുരാപുരി പ്രവേശം എന്നുള്ള ആ ദശകത്തില് നമ്മളത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ അനുഗ്രഹം നേടിയവളാണ് അവള്. അപ്പൊ അന്ന് തന്നെ അവളുടെ വസതിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൾക്ക് അറിയില്ല, വരുമോ എന്നുള്ളതൊന്നും അവൾക്ക് അറിയില്ല. പക്ഷെ അവള് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഭക്തന്റെ ആഗ്രഹം ചിലപ്പോ കാലതാമസം ഉണ്ടായാലും അത് അവൻ അർഹതപ്പെട്ട ഒരു ആഗ്രഹമാണെങ്കിൽ അത് ഭഗവാൻ സാധിപ്പിച്ചു തരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇങ്ങനെയുള്ള കഥകളിൽ കൂടി, ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ അവള് അന്നത്തെ ആ ഒരു കാഴ്ചയിൽ തന്നെ അവൾ അംഗരാഗം കൊടുത്തു. അപ്പൊ ഭഗവാൻ അവളിൽ അനുരാഗമാണ് കൊടുത്തത് എന്നൊക്കെ നമ്മള് വളരെ മേൽപ്പത്തൂരിന്റെ ആ കവിതാ ശൈലിയില് വളരെ മനോഹരമായിട്ട് ഉള്ള ശ്ലോകങ്ങളിൽ കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് മുതൽ അവൾ ആഗ്രഹിച്ച് എന്നും കാത്തിരിക്കുകയാണ്, ഭഗവാൻ വരും. അപ്പൊ ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് അവള്. അപ്പോ അവളെ വാസസജ്ജിക എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഒരു നൃത്തത്തിലേക്ക് പറയുന്ന ഒരു ഇതാണ് അത്, ഒരു നായികാ സങ്കല്പമാണ്. ക്രീഡാഗ്രഹത്തിനെയും അവളെ സ്വന്തം ശരീരത്തെയും എപ്പോഴും സജ്ജമാക്കി വെക്കുന്നവളാണ്. അങ്ങനെയുള്ള ഒരു കാമുകീഭാവം നമുക്ക് പറയാം. അല്ലെങ്കിൽ ശരിക്ക് ഒരു ധ്യാനാവസ്ഥയാണ്. എല്ലാ സമയത്തും ഭഗവാനെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അവൾ ജീവിക്കുന്ന ആ വസതി, അതൊക്കെ അങ്ങനെ ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ് ഭഗവാന്റെ ആഗമനത്തിന് വേണ്ടിയിട്ട്. ഭഗവാൻ വരും എന്നുള്ള തികഞ്ഞ വിശ്വാസത്തോടുകൂടി. അങ്ങനെ ഓരോ ദിവസവും അവള് പ്രാർത്ഥനയോടുകൂടി, അല്ലെങ്കിൽ ആ ധ്യാനാവസ്ഥയിലാണ് അവൾ ഇരിക്കുന്നത്. അങ്ങനെ അവളുടെ ആ മനോരഥം പൂർത്തിയാക്കാൻ വേണ്ടി ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ അവരുദ്ദേശിച്ചതിനേക്കാൾ വളരെ ഭംഗിയായിട്ട് സാധിപ്പിച്ചു കൊടുക്കുന്ന കരുണാമൂർത്തിയായ ഭഗവാൻ അവിടേക്ക് എഴുന്നള്ളാണ്. അവിടേക്ക് എഴുന്നള്ളിയത് ഉദ്ധവരോടുകൂടിയാണ് അങ്ങോട്ട് പോയത്. ഉദ്ധവര് മന്ത്രിയാണ്, കൂടാതെ ഉറ്റ സുഹൃത്തുമാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാര്യങ്ങൾ പറയുന്ന അത്രയ്ക്കും സ്വാതന്ത്ര്യമുള്ള ഉണ്ട് ഭഗവാനോട് പറയാനും. ഭഗവാൻ അങ്ങോട്ടും എല്ലാം ഷെയർ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണല്ലോ ഗോപികമാരുടെ അടുത്തേക്ക് അദ്ദേഹത്തിനെ തന്നെ പറഞ്ഞയച്ചത്. അപ്പൊ ഇവിടെ സൈരന്ധ്രിയുടെ ഗ്രഹത്തിലേക്ക് എഴുന്നള്ളുമ്പോഴും ഉദ്ധവര് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ചെന്നു കഴിഞ്ഞപ്പോ അവളുടെ ആ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് മനസ്സിലാക്കാം. കാരണം എപ്പോഴാ വരാന്നറിയില്ല, വരുംന്ന് അവൾക്ക് മനസ്സിൽ ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ എപ്പോഴാണ് ആ ഒരു സന്ദർഭം എനിക്ക് ലഭിക്കുക, ആ ഭാഗ്യം
എപ്പോഴാണെന്ന് അവൾക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു. പെട്ടെന്ന് വന്നു കഴിഞ്ഞപ്പോ അവള് എങ്ങനെയാണ് വന്നത്? സുലളിത വപുഷ എന്നാ പറഞ്ഞു. അങ്ങനെ വളരെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു വേഷത്തിലാണ് അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പൊ അവളും അതുപോലെ തന്നെയാണ് ആഗ്രഹിച്ചിട്ടുള്ളത്, കാണണം എന്നുള്ളത്. വേഷഭൂഷങ്ങളൊക്കെ ചാർത്തി ഉദ്ധവരോടുകൂടി അവിടെ എഴുന്നള്ളി. അപ്പൊ ഭഗവാനെ കണ്ടതും അവൾക്ക് സംഭ്രമമാണോ സന്തോഷമാണോ എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് തന്നെ അറിയണില്ല. ചിലപ്പോ അങ്ങനെയാണ്, പെട്ടെന്ന് നമ്മള് കുറെ കാലമായിട്ട് ആഗ്രഹിച്ച ആള് പെട്ടെന്ന് മുന്നിൽ വരുമ്പോ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥ ഉണ്ടാവും. ഒന്നും വാക്കുകളും വരില്ല, ചെയ്യുന്ന കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നും അറിയില്ല. അതുപോലെ ഒരു അവസ്ഥയായി ആ കാമാതുരയായിട്ടുള്ള ആ സൈരന്ധ്രിക്ക്. അങ്ങനെ സത്കാരങ്ങളൊക്കെ എല്ലാം തയ്യാറായിട്ടുണ്ടെങ്കിലും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാകാതെ. അപ്പോ അവളുടെ ഹൃദയമിടിപ്പൊക്കെ കൂടിയെന്നാണ്. അപ്പൊ മാറിടം തുടിച്ചു എന്നൊക്കെയാണ്. അപ്പൊ ആ സൗന്ദര്യത്തിന്റെ ആസ്വാദകനായിട്ടുള്ള സൗന്ദര്യത്തിന്റെ ആരാധകനായിട്ടുള്ള മേൽപ്പത്തൂര് നമുക്കിങ്ങനെ ആ ഭാവം അല്ലെങ്കിൽ ആ രംഗം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തരാണ് ഇങ്ങനെയുള്ള ശ്ലോകങ്ങളിൽ കൂടിയിട്ട്. നമ്മളും കൂടി ആ ആനന്ദം അനുഭവിക്കട്ടെ എന്ന് അദ്ദേഹം ആലോചിച്ചിട്ടുണ്ടാവും. അങ്ങനെ അവളുടെ സൽക്കാരമൊക്കെ സ്വീകരിച്ചു. അന്ന് രാത്രി അവിടെ താമസിച്ചു. അവിടെ അവളുടെ മണിയറയില് അവളെ വേണ്ട വിധത്തിൽ സന്തോഷിപ്പിച്ചു എന്നാണ്. പിറ്റേ ദിവസം അവിടുന്ന് പോരാണ്. അവളുടെ എല്ലാ മനോകാമനകളും പൂർണ്ണമാക്കി കൊടുത്തു, പൂർത്തിയാക്കി കൊടുത്തു. അവിടുന്ന് തിരിച്ചു പോരുമ്പോ ഭഗവാൻ ചോദിച്ചു അവളോട്, നിനക്ക് എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചു. ഇനി കൂടുതൽ എന്താണ് നീ ആഗ്രഹിക്കുന്നത്? അപ്പോ ഇവിടെ മേൽപ്പത്തൂര് ഒരു വലിയൊരു ലോകതത്വം പറയുന്നുണ്ട്. സാധാരണ ഒരു അറിവുള്ള ആളോട് അല്ലെങ്കിൽ ഒരു ജ്ഞാനിയായിട്ടുള്ള ഒരാളോട് ആളുടെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് എന്താണ് വരം വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും വേണ്ട, എനിക്ക് ഭക്തി മാത്രം മതി, അല്ലെങ്കിൽ എനിക്ക് മോക്ഷം, എനിക്ക് അങ്ങയിൽ ചേർന്നാൽ മതി എന്നൊക്കെ ആയിരിക്കും പറയുക. പക്ഷെ ഈ ഭാഗ്യഹീനയായിട്ടുള്ളവളെന്നാ പറഞ്ഞത്, വരാഗി എന്ന് പറഞ്ഞത്. ഭാഗ്യഹീന എന്നിവിടെ ഉദ്ദേശിച്ചത് അവൾ ആവശ്യപ്പെട്ടത് എനിക്ക് ഇനിയും പല രാത്രികളിൽ അങ്ങയുമായി രമിക്കണം എന്നാണ് അവൾ ആവശ്യപ്പെട്ടത്. അപ്പൊ അതില് ശരിക്കും അവളെ ഭാഗ്യഹീന എന്നൊന്നും പറയാൻ പറ്റില്ല. അവൾക്ക് അതായിരുന്നു തോന്നിയത്, അത് അവള് പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോ പറയാണ്, സാമീപ്യം എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവണം എന്നെങ്കിലും പറയാമായിരുന്നു, അത്രെങ്കിലും പറയാമായിരുന്നു എന്നൊക്കെയാണ്. പക്ഷെ അതൊന്നും പറയാൻ സാധിക്കില്ല. ഓരോ ജീവാത്മാക്കളുടെ ഏതൊക്കെ വിധത്തിലാണ് അവർക്ക് അനുഗ്രഹം ലഭിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ പുണ്യം ഏത് വിധത്തിലാണ്, അതിനനുസരിച്ചാണ് അവർക്ക് അനുഗ്രഹം ലഭിക്കുക. അപ്പൊ അവളൊക്കെ അങ്ങനെ ചോദിക്കാനാണ് തോന്നിയത്. അപ്പൊ അതുപോലെ ഭഗവാൻ അവളെ പല രാത്രികളിൽ അവളെ സന്തോഷിപ്പിച്ചു. അപ്പൊ അവൾക്ക് ഒരു പുത്രനെയും ദാനം ചെയ്തു എന്നാണ്. ഉപശ്ലോകൻ എന്ന ഒരു പുത്രൻ അവൾക്ക് ജനിച്ചു. അങ്ങനെ ആ പുത്രൻ വളരെ സമർത്ഥനായിട്ടുള്ള ഒരാളായി വളർന്നു എന്നാണ്. തീർച്ചയായിട്ടും അങ്ങനെ അദ്ദേഹം വളരെയധികം സാത്വത തന്ത്രം എന്ന ഒരു വിഷ്ണു ആരാധനയാണത്. അത് നാരദരിൽ നിന്ന് അത് അഭ്യസിച്ചു എന്നാണ്. വളരെ വിശേഷപ്പെട്ട ഒരു പൂജ അല്ലെങ്കിൽ ഒരു പഠനം, അതാണ് ഈ സാത്വത തന്ത്രം എന്നുള്ളത്. ആ മഹാവിഷ്ണുവിന്റെ പൂജയ്ക്കുള്ളത് തന്നെയാണ്. 5 രാത്രികൾ കൊണ്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണത്. അപ്പൊ അത് വളരെ ഭംഗിയായിട്ട് നാരദ മഹർഷിയിൽ നിന്ന് ഈ സൈരന്ധ്രിയുടെ മകനായിട്ടുള്ള ഉപശ്ലോകൻ അത് അഭ്യസിച്ചു. അത് അങ്ങനെ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ആളായി മാറി എന്നാണ്. അങ്ങനെയാണ്. അപ്പൊ ആ 4 ശ്ലോകങ്ങളില് ആ സൈരന്ധ്രിയുടെ കഥയാണ് നമുക്ക് നമുക്ക് പറഞ്ഞു തന്നത്, ഭഗവാന് പറഞ്ഞു കേൾപ്പിച്ചത്. അത് കഴിഞ്ഞ് പിന്നീട് ഓരോരുത്തരെ
ഏത് വിധത്തിലാണ് സന്തോഷിപ്പിക്കേണ്ടത് എന്നുള്ളതാണല്ലോ. അപ്പൊ അക്രൂരര് അവിടെ നിന്ന് അമ്പാടിയിൽ നിന്ന് രാമകൃഷ്ണന്മാരെ കൊണ്ടുവരുമ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ടാവും എന്റെ വീട്ടിലേക്കും എഴുന്നള്ളണം എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും വരാം, പക്ഷെ പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ട്, അതിനുശേഷം എന്തായാലും വരാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭഗവാൻ പറഞ്ഞാൽ പറഞ്ഞ വാക്കാണ്, വാക്കൊന്നും തെറ്റിക്കില്ല. അങ്ങനെ അക്രൂരരുടെ അവിടേക്ക് പോവാനായിട്ട് തീരുമാനിച്ചു. അവിടേക്ക് പോകുമ്പോ ബലരാമനും ഉദ്ധവരും അതുപോലെ ഭഗവാനും 3 പേരും കൂടിയാണ് അങ്ങോട്ട് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അക്രൂരൻ അതിഭക്തനാണ്. അതീവ ഭക്തിയോടുകൂടി ഭഗവാനെ സത്കരിച്ചു, വളരെയധികം സ്തുതിച്ചു. അക്രൂര സ്തുതിയൊക്കെ വളരെ കേമമാണ്. എന്തായാലും അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി അവിടെ കുറച്ചു സമയം ചെലവഴിച്ചു. അപ്പോ അവിടെ ഒരു കാര്യം കൂടി ചെയ്തു. അക്രൂരൻ വളരെ വിശ്വസ്തനായിട്ടുള്ള, അല്ലെങ്കിൽ കൃത്യമായിട്ട് കാര്യങ്ങള് പറഞ്ഞയക്കാൻ പറ്റുന്ന ഒരാളാണ് എന്ന് ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആ അക്രൂരരെ ധൃതരാഷ്ട്രരുടെ അവിടേക്ക് പറഞ്ഞയക്കാണ്. എന്തിനാണ് പറഞ്ഞയക്കുന്നത്? പാണ്ഡവര്, കുന്തിദേവിയും പാണ്ഡുവും അതുപോലെ മക്കളും എല്ലാവരും വനവാസത്തിലായിരുന്നു. അവിടെ വെച്ച് പാണ്ഡുവിന്റെ മരണം സംഭവിച്ചു. മരണം സംഭവിച്ചപ്പോ അവര് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോ ഇവിടെ ധൃതരാഷ്ട്രരും എല്ലാവരും അവരെ വളരെയധികം വേദനിപ്പിക്കുകയാണ്, ബുദ്ധിമുട്ടിക്കുകയാണ്. അപ്പൊ അക്രൂരര് അവിടെ ചെന്നത് ഭഗവാൻ അയച്ചിട്ടാണ് എന്നുള്ളത് അവര് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ വസുദേവരുടെ സഹോദരിയാണ് കുന്തി ദേവി. അപ്പൊ അമ്മായിയാണ്, അച്ഛന്റെ പെങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭഗവാൻ കൃത്യമായിട്ട് തന്റെ സ്വജനങ്ങളെ, ഭക്തന്മാരെ, സ്വന്തം ജനങ്ങളെ ഒരിക്കലും കൈവിടില്ല ഭഗവാൻ. അപ്പൊ എല്ലാം കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ്. അപ്പൊ ദുര്യോധനനും ധൃതരാഷ്ട്രനും എല്ലാം ഇവരോട് വളരെയധികം ക്രൂരത കാണിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക്, ധൃതരാഷ്ട്രർക്കും മകനായിട്ടുള്ള ദുര്യോധനനൊക്കെ ഒരു വാർണിംഗ് കൊടുക്കണ പോലെയാണ്. ഇവർക്ക് ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ട്, ഞാനിതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങള് എല്ലാം മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറയാതെ പറയുന്ന പോലെയാണ് അക്രൂരരെ അവിടേക്ക് പറഞ്ഞയച്ചത്. അക്രൂരർ അവിടെ ചെന്ന് അവിടുത്തെ ആ പാണ്ഡുപുത്രന്മാരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി. അപ്പൊ ധൃതരാഷ്ട്രർക്കും കാര്യം മനസ്സിലായി. അങ്ങനെ ആ അക്രൂരരുടെ വസതിയിലെ കാര്യങ്ങളൊക്കെ അവിടെ വളരെ ഭംഗിയായിട്ട്, അക്രൂരരുടെ വീട്ടിൽ ചെന്നപ്പോ അക്രൂരർക്കും സന്തോഷമായി. ഭഗവാൻ അക്രൂരർക്ക് ഒരു ഡ്യൂട്ടിയും കൊടുത്തു. അങ്ങനെ അതൊക്കെ വളരെ ഭംഗിയാക്കി. അപ്പൊ എല്ലാ കാര്യങ്ങളും, എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളുമാണ് ചെയ്യുന്നത് ഭഗവാൻ. ഓരോരുത്തർക്ക് ഏത് വിധത്തിലാണ് സഹായം എത്തിക്കേണ്ടത് അത് കൃത്യമായിട്ട് അവിടെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് പിന്നെ നമ്മൾ കാണുന്നത് ജരാസന്ധന്റെ കഥയാണ് പറയുന്നത്. ജരാസന്ധൻ എന്നുള്ളത് ജനിച്ചപ്പോ 2 ഭാഗങ്ങളായി എന്നാണ്. അപ്പൊ ജര എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഒരു കാട്ടാള സ്ത്രീ, അവര് ഈ 2 ഭാഗമായിട്ടായിരുന്നു ശരീരത്തിന്റെ ഭാഗം, അതിനെ ഒരുമിപ്പിച്ചു എന്നാണ്. അങ്ങനെ ജരാസന്ധൻ, ജരയാൽ സന്ധിപ്പിക്കപ്പെട്ടത്. അപ്പൊ ജരാസന്ധന് ഒരു വരം കൂടി ലഭിച്ചിട്ടുണ്ട്. ഈ കൂട്ടിച്ചേർത്ത പോലെ തിരിച്ച് ഇങ്ങനെ പൊളിച്ചു കളയണം, എന്നാൽ മാത്രമേ ജരാസന്ധൻ മരിക്കുള്ളൂ. അങ്ങനെ ഒരു വരം കൂടി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ജരാസന്ധന്റെ മക്കളാണ് അസ്ഥി പ്രാപ്തി. അപ്പോൾ ഈ അസ്ഥി പ്രാപ്തി എന്നുള്ള പേരിനൊക്കെ വളരെ അതിനൊക്കെ ഒരു വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട്. മനുഷ്യന്റെ 2 പ്രവൃത്തികളാണ് അസ്ഥി പ്രാപ്തി എന്നുള്ളത്. എല്ലാം നേടുക, അത് അസ്ഥി. പിന്നെ അതിനെ ഇനി ഒന്നും വിട്ടുകൊടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള 2 കാര്യങ്ങളാണ്. അപ്പൊ കംസന്റെ പ്രവൃത്തികൾ അത് തന്നെയാണല്ലോ, എല്ലാം തനിക്ക് വേണം എന്നുള്ളതാണ്. പിന്നെ ഒന്നും വിട്ടുകൊടുക്കാത്ത സ്വഭാവം. അപ്പൊ ഇതൊക്കെ സിംബോളിക് ആയിട്ട് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം.
എന്തായാലും ഈ ജരാസന്ധന്റെ മക്കളാണ് അസ്ഥിയും പ്രാപ്തിയും. അവരെയാണ് കംസൻ വിവാഹം കഴിച്ചിരുന്നത്. അപ്പൊ കംസന്റെ മരണം സംഭവിച്ചപ്പോ സ്വന്തം പുത്രിമാര് വിധവകളായി. അപ്പൊ ഏതൊരച്ഛനും അത് സഹിക്കില്ല. ഇത് പിന്നെ സാധാരണ മരണമല്ല, കൃഷ്ണന്റെ കൈകൊണ്ടാണ് കംസവധം നടന്നിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അമ്മായി അച്ഛനായിട്ടുള്ള ജരാസന്ധന് വിരോധം എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അദ്ദേഹം മഗധ രാജ്യത്തെ രാജാവാണ്. ധാരാളം സൈന്യബലമൊക്കെ ഉള്ള ആളാണ്. ദിഗ്വിജയമൊക്കെ നടത്തിയിട്ടുള്ള ആളാണ്. അപ്പൊ ഓരോ സ്ഥലത്തെ ഓരോ രാജാക്കന്മാരെ അവരോട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കുമ്പോ സ്വാഭാവികമായിട്ടും അവിടെയുള്ള എല്ലാ സൈന്യവും ഇവിടേക്ക് വന്നു ചേരും. അങ്ങനെ ജരാസന്ധന് ഒരുപാട് സൈന്യ സമ്പത്ത് ഉള്ള ഒരാളാണ്. പിന്നെ വളരെ ധൈര്യശാലിയായിട്ടുള്ള ഒരാളാണ്. ഭഗവാനോട് യുദ്ധം ചെയ്യാനായിട്ട് വന്നത്. അപ്പൊ ഇവിടെ ഈ സംഗതികളൊക്കെ അറിഞ്ഞതാണ്. കംസന്റെ ബലത്തെ പറ്റിയൊക്കെ അറിയാം. അപ്പൊ അങ്ങനെയുള്ള ആളെ വധിച്ചു. അപ്പൊ അതുവരെയുള്ള എല്ലാ സംഗതികളും അറിഞ്ഞിട്ട് പോലും യുദ്ധം ചെയ്യാൻ തയ്യാറായി വന്നു എന്ന് പറയുമ്പോൾ നല്ല മനോധൈര്യമുള്ള ഒരാളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ അവിടെ 23 അക്ഷൗഹിണി പടകളുമായിട്ടാണ്, ചുരുങ്ങിയ തോതിലൊന്നുമല്ല, വളരെ സൈന്യസന്നാഹത്തോടു കൂടിയാണ് ആ ജരാസന്ധൻ മധുരാപുരിയെ ആക്രമിക്കാനായിട്ട് അവിടെ എത്തിച്ചേർന്നത്. അപ്പോ ഭഗവാന് വളരെ നിഷ്പ്രയാസം ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ചില സംഗതികള് ചിലർക്ക് എങ്ങനെയാണ് അവരുടെ ആഗ്രഹം, അതിനനുസരിച്ചും ഭഗവാൻ അതിന് സന്ദർഭവും സമയവും ഒക്കെ കൊടുക്കും. അപ്പോ ഇവിടെ ഇപ്പോ മധുരയില് എല്ലാ സംഗതികളും ഇങ്ങനെ വളരെ കൃത്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കാരണം അവിടെ ഒരു അസ്തവ്യസ്തമായിരുന്നില്ല എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ അവിടെ സൈന്യങ്ങളൊക്കെ കുറവാണ്. ബലരാമൻ ഉണ്ട്, ബലശാലിയായിട്ടുള്ള ബലരാമൻ ഉണ്ട് ഭഗവാന്റെ കൂടെ. പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്തു, ഇന്ദ്രൻ അവിടുന്ന് അയച്ചു എന്നാണ്, സൈന്യത്തെ അയച്ചു. സൈന്യത്തെ അയച്ചത് എന്തിനാണ്? ഇവിടെ സൈന്യം കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു രഥം, അതുപോലെ തന്നെ തേരാളി, മാതലി എന്നുള്ള തേരാളിയെയും രഥത്തെയും ഒക്കെ ഇന്ദ്രൻ അയച്ചു കൊടുത്തു എന്നാണ്. അപ്പൊ ഇന്ദ്രന് ഭഗവാന്റെ കഴിവുകളൊക്കെ പറ്റി വളരെ കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ആ ഗോവർദ്ധനോദ്ധാരണം നടന്ന ആ സമയത്തൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ശരിക്കും ഒരു ബഹുമാനത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ആദ്യം കൊണ്ടുവന്ന ആ 23 അക്ഷൗഹിണി സൈന്യത്തെ സംഹരിച്ചു കളഞ്ഞു എന്നാണ്. അപ്പോ ഈ ജരാസന്ധനെ വധിച്ചിട്ടില്ല. അപ്പൊ ജരാസന്ധനെ വധിക്കാതിരുന്നപ്പം ബലരാമൻ വളരെ ബലശാലിയായിട്ടുള്ള ആളാണ്. നമ്മളെ 7ാമത്തെ ശ്ലോകത്തില് ആ ബലം എന്നുള്ള പദം വളരെ പല അർത്ഥങ്ങളിലൂടെ പ്രയോഗിച്ചിട്ടുണ്ട്. വളരെ രസകരമായിട്ട് അത് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ ആ വളരെ ബലശാലിയായിട്ടുള്ള ബലരാമൻ വളരെ എന്താ പറയാ, ബലാത്കാരേണ ഈ ജരാസന്ധനെ പിടിച്ചു കെട്ടി ഭഗവാന്റെ മുന്നിൽ കൊണ്ടുവന്നു. അപ്പോ ഭഗവാൻ ദീർഘദർശിയായിട്ടുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞു, വിട്ടോളൂ ഏട്ടാ, ഇപ്പൊ ഇങ്ങനെ പിടിച്ചു കെട്ടൊന്നും വേണ്ട, വിട്ടോളൂ. എന്താ കാരണം? ഇനിയും വരും യുദ്ധത്തിന്. അപ്പൊ ഓരോ പ്രാവശ്യം വരുമ്പോഴും കൂടുതൽ സൈന്യങ്ങളെ കൊണ്ടാണ് വരിക. അപ്പൊ എന്താണ്, എല്ലാം ഈ ജരാസന്ധന്റെ ആളുകള് എന്ന് പറയുമ്പോ ശത്രുക്കളാണ്. അത് പോരാതെ അവരൊക്കെ ദുഷ്ടന്മാരാണ്. അപ്പൊ അവരെല്ലാം നശിപ്പിക്കണം. ദുഷ്ട നിഗ്രഹമാണല്ലോ അവതാരത്തിന്റെ പ്രധാന ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ മധുരയിൽ തന്നെ ഇരുന്നു കൊണ്ട് അവരെയൊക്കെ നിഷ്പ്രയാസം നശിപ്പിക്കാം. ഇവിടെ ബലോദ്യമ രസേന എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൊണ്ടുവരും. അവരെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ തന്റെ മുന്നിൽ കൊണ്ടുവരും. അങ്ങോട്ട് ചെന്ന് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. അതിനു വേണ്ടിയാണ് ജരാസന്ധനെ കൊല്ലാതെ വിട്ടത്. അങ്ങനെ പല പ്രാവശ്യം ജരാസന്ധൻ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പോടുകൂടി സൈന്യങ്ങളോടുകൂടിയൊക്കെ വന്നു. പക്ഷെ ഓരോ പ്രാവശ്യവും ഭഗവാനും ബലരാമനും കൂടി ആ സൈന്യങ്ങളെയെല്ലാം നശിപ്പിച്ചു. പക്ഷെ ജരാസന്ധനെ വധിച്ചില്ല. അപ്പൊ ഭഗവാന്റെ കൈകൾ കൊണ്ടല്ല
ജരാസന്ധന്റെ വധം ഉണ്ടാകേണ്ടത്, അല്ലെങ്കിൽ ഭഗവാന്റെ കൈകൾ കൊണ്ട് മരിക്കാനുള്ള ഒരു ഭാഗ്യം പോലും ആ ജരാസന്ധന് ഇല്ല എന്നും കൂടി വേണം മനസ്സിലാക്കാനായിട്ട്. അങ്ങനെ ആ പൗരുഷശാലിയാണ് ജരാസന്ധൻ. കാരണം തോറ്റുകൊടുക്കാൻ തയ്യാറില്ല. പല പ്രാവശ്യം യുദ്ധത്തിന് കൊപ്പുകൂട്ടി വരികയാണ്. അങ്ങനെ വന്ന് ജരാസന്ധൻ ആകെക്കൂടി വളരെ വിഷമത്തിലായി. അങ്ങനെ 16 പ്രാവശ്യം 17 പ്രാവശ്യം ഒക്കെ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടും ആ സൈന്യങ്ങളെ മാത്രം നശിപ്പിച്ചു ഭഗവാൻ ജരാസന്ധനെ വിട്ടു. അതിനുശേഷം 18ാമത്തെ പ്രാവശ്യം വന്നത് എങ്ങനെയാണ്? ജരാസന്ധൻ ഒറ്റയ്ക്കല്ല വന്നത്. ഒരു യവനൻ, ഒരു കാലയവനൻ എന്ന ജരാസന്ധന്റെ ഒരു സുഹൃത്ത്. അദ്ദേഹം ഗർഗ മഹർഷിയുടെ പുത്രനാണ് എന്ന് പറയുന്നത്. കൂടാതെ വലിയൊരു ജ്യോതിശാസ്ത്ര പണ്ഡിതനുമാണ്. അപ്പോ കുറെ നാളായിട്ട് കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. നാരദ മഹർഷിയിൽ നിന്ന് ശ്രീകൃഷ്ണനെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. അപ്പോ എനിക്ക് പറ്റിയ ഒരാളാണ് എന്ന് തോന്നിയിട്ടുണ്ടാവും കാലയവനന്. അതുകൊണ്ടാണ് ജരാസന്ധന്റെ നിർദ്ദേശപ്രകാരം, അല്ലെങ്കിൽ ജരാസന്ധനെ സഹായിക്കാൻ കൂടി എന്നുള്ള പോലെ, കാലയവനൻ 3 കോടി സൈന്യത്തെ കൊണ്ടുവന്നു എന്നാ പറയുന്നത്. അപ്പൊ ഒരു ഭാഗത്ത് ജരാസന്ധനും ജരാസന്ധന്റെ പട, അക്ഷൗഹിണി പട, ഇവിടെ 3 കോടി യവന സൈന്യത്തോടുകൂടി കാലയവനനും. അങ്ങനെ വന്നപ്പോ ഭഗവാൻ തീരുമാനിച്ചു, ഭഗവാന് മനസ്സിലായി, മധുര രാജ്യത്തെ മുഴുക്കെ ആക്രമിക്കും, മധുര രാജ്യത്തെ ആളുകളുടെ ജീവനും അവരുടെ എല്ലാറ്റിനും ഒട്ടും സുരക്ഷിതത്വം ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? കടലിന്റെ നടുക്കില് ഒരു പട്ടണം, ഒരു പുതിയ നഗരം തന്നെ സൃഷ്ടിച്ചു. അത് വിശ്വകർമാവിനെ കൊണ്ട് ആണ് ഉണ്ടാക്കിപ്പിച്ചത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഈ മധുരാപുരിയിലെ എല്ലാ ജനങ്ങളെയും ആ പുതിയ നഗരമായിട്ടുള്ള ദ്വാരകാപുരി, ദ്വാരക എന്നാണ്, ദ്വാരക എന്ന് പറയുന്നത് അവിടെ മോക്ഷദ്വാരം എന്നാണ് ദ്വാരക എന്ന പദത്തിന് അർത്ഥം പറയുന്നത്. ക എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ്. അപ്പൊ ബ്രഹ്മത്തിന്റെ മോക്ഷത്തിലേക്കുള്ള കവാടം എന്നാണ് ദ്വാരകയ്ക്ക് അർത്ഥം പറയുന്നത്. അപ്പൊ അതൊക്കെ ബ്രഹ്മവിദ്യ കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ അവരെയൊക്കെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യിപ്പിച്ചു. അപ്പൊ ഒരു പ്രഭാഷണത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നു, മധുരാപുരിയില് ഉറങ്ങിയ ആളുകള് ഉണർന്നത് ദ്വാരകയിലായിരുന്നു എന്ന്. അത് ഭഗവാന്റെ യോഗ ഐശ്വര്യം കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ തന്റെ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി, പിന്നെ കടലിന്റെ നടുക്കാണ് ഈ നഗരം ഉണ്ടാക്കിച്ചത്. അപ്പൊ എന്താണ്, കടലിന്റെ നടുക്കാവുമ്പോ ആർക്കും പെട്ടെന്ന് വന്ന് ആക്രമിക്കാൻ സാധിക്കില്ല. അതും ഒരു കാരണമാണ്. അങ്ങനെ അവരെയൊക്കെ അവിടെ സെറ്റിൽ ചെയ്തു. അപ്പൊ ഇവിടെ വീണ്ടും തിരിച്ചു വന്നു. ഭഗവാൻ പോയിട്ടില്ല. ആ സമയത്ത് അവിടെ ഈ കാലയവനൻ ഭഗവാനെ ആക്രമിക്കാനായിട്ട് വരികയാണ്. അപ്പൊ കാലയവനൻ ആദ്യമായിട്ടാണ് അവിടെ എത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ പറ്റിയിട്ടുള്ള കഥകളൊക്കെ അറിയാം, ഭഗവാൻ എങ്ങനെയാണ്, ഭഗവാന്റെ വിശേഷങ്ങളൊക്കെ അറിയാം. താമര മാല അണിഞ്ഞ ആളാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ പെട്ടെന്ന് ഭഗവാൻ മധുരാപുരിയിൽ നിന്ന് രഥത്തിലോ അല്ലെങ്കിൽ ഒരു വാഹനത്തിലോ ഒന്നുമല്ല, കാൽനടയായിട്ട് അവിടുന്ന് പുറപ്പെട്ട് ഭഗവാൻ വളരെ വേഗതയിൽ നടന്നു പോകുമ്പോ ഈ കാലയവനനും ഭഗവാനെ പിന്തുടർന്നു. അപ്പൊ ഭഗവാൻ അവിടുന്ന് ചെന്ന് കയറിയത് ഒരു പർവ്വതത്തിന്റെ ഗുഹയിലേക്കാണ്. ഉടനെ തന്നെ കാലയവനനും ആ ഗുഹയിലേക്ക് കയറി. അപ്പോ ഭഗവാനെ ഇങ്ങനെ ആദ്യമായിട്ടൊന്ന് കണ്ടിട്ടേ ഉള്ളൂ. അപ്പൊ ആരാണെന്നോ എങ്ങനെയാണെന്നോ കൃത്യമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെ ഈ ഗുഹയിലേക്ക് കയറി എന്ന് പറയുമ്പോ പെട്ടെന്ന് നല്ല വെയിലത്തുനിന്ന് നമ്മുടെ ഒരു പെട്ടെന്ന് റൂമിലേക്ക് വരുമ്പോ നമുക്ക് തന്നെ ഒന്ന് കൃത്യമായിട്ട് കാണില്ല. ആ ഒരു അവസ്ഥ നമുക്കൊന്ന് മനസ്സിലാലോചിക്കാം. അങ്ങനെ വന്നപ്പോ അവിടെ ഒരാള് കിടന്നുറങ്ങുന്നുണ്ട്.
അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാന്റെ ഇതിൽ പറഞ്ഞിട്ടില്ല കേട്ടോ, നമ്മുടെ നാരായണീയത്തിൽ പറഞ്ഞിട്ടില്ല, ഇതൊരു കഥ ആണ്. ഭഗവാന്റെ ഉത്തരീയം ആ ഉറങ്ങുന്ന ആളുടെ ശരീരത്തില് വിട്ടുകൊടുത്തു എന്നാണ് ഭഗവാൻ. ഒരു അനുഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഭഗവാൻ എന്നിട്ട് അവിടുന്ന് കുറച്ചപ്പുറത്ത് മാറി നിന്നു. അപ്പൊ ഈ ഉറങ്ങുന്ന ആള് വളരെ അതീവ ഭക്തനായിട്ടുള്ള ഒരു രാജാവാണ്. മുജുകുന്ദൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം സൂര്യവംശത്തിലെ ഒരു രാജാവാണ്. വളരെ ഭക്തനായിട്ടുള്ള ഒരു രാജാവ്. അപ്പൊ ആ രാജാവിന് ഒരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ദേവാസുര യുദ്ധത്തില് ദേവന്മാരെ സഹായിക്കാനായിട്ട് ഏർപ്പാടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പോണമായിരുന്നു. അദ്ദേഹം അവിടെയായിരുന്നു, ദേവലോകത്തായിരുന്നു. അപ്പൊ ദേവലോകത്ത് അവിടെ ആളുകള് ഉറങ്ങുന്നില്ല എന്ന് അവിടെ ഉറങ്ങാതെയാണ് യുദ്ധം ചെയ്യേണ്ടി വന്നത് ഇദ്ദേഹത്തിന്. അപ്പൊ ധാരാളമായിട്ട് അവിടെ പ്രവർത്തിക്കേണ്ടതായിട്ട് വന്നു. പിന്നീട് ദേവസേനാപതിയായിട്ടുള്ള സുബ്രഹ്മണ്യ സ്വാമി അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം, ആ ഡ്യൂട്ടി അങ്ങോട്ട് ഏൽപ്പിച്ചതിന് ശേഷമാണ് ഇദ്ദേഹം തിരിച്ച് ഭൂമിയിലേക്ക് വരുന്നത്. അപ്പൊ അവിടെ കുറെ സമയത്തിന്റെ കുറെ കാര്യങ്ങളുണ്ട്. ഇവിടത്തെയൊക്കെ സമയത്തില് വളരെ വ്യത്യാസമുണ്ടല്ലോ. അങ്ങനെ അദ്ദേഹം പോരുമ്പോ ദേവന്മാര് വളരെ സന്തുഷ്ടരായി. കാരണം അത്ര നല്ല ഒരു സേവനമാണ് അദ്ദേഹം ചെയ്തത് അവിടെ പോയിട്ട്. അപ്പോ എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോ, എനിക്ക് സ്വസ്ഥമായിട്ട് കുറച്ചു സമയം ഉറങ്ങണം എന്ന് പറഞ്ഞു. അപ്പൊ ശരി, ഉറങ്ങാനായിട്ടുള്ള വരം കൊടുത്തു. അപ്പൊ അതിന്റെ കൂടെ ഒരു വരം കൂടി കൊടുത്തു. ആരെങ്കിലും ഉണർത്തുകയാണെങ്കിൽ, ആ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുകയാണെങ്കിൽ, ആ ഉണർത്തിയ ആള് ഈ മുജുകുന്ദൻ നോക്കിക്കഴിഞ്ഞാൽ ചാമ്പലായി പോവും, കത്തി ചാമ്പലായി പോവും, ഭസ്മമാവും. ആ മുജുകുന്ദൻ എന്ന് പറഞ്ഞ അദ്ദേഹമായിരുന്നു അവിടെ കിടന്ന് ഉറങ്ങണുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ മുകളിലാണ് ഭഗവാന്റെ ഉത്തരീയം അണിയിച്ചു കൊടുത്തത്. ഈ കാലയവനൻ അവിടെ വന്നു കഴിഞ്ഞപ്പോ കാലയവനന് തോന്നി, എന്നെ പേടിച്ചിട്ട് ഗുഹയിൽ ഒളിച്ചു, എന്നിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങാണോ എന്ന് പറഞ്ഞ് കാലുകൊണ്ട് ഒരു ചവിട്ട് കൊടുത്തു. അപ്പൊ മഹാ അപരാധം. ശരിക്കും ഒരാള് നല്ല സുഖമായിട്ട് ഉറങ്ങുകയാണെങ്കിൽ വിളിച്ചെണീപ്പിക്കാനോ അല്ലെങ്കിൽ അയാളെ ബുദ്ധിമുട്ടിക്കാനോ സാധാരണഗതിയിൽ പാടില്ല, അല്ലെ? അതൊരു പൊതു നിയമം, സാധാരണ ഒരു നിയമമാണ്. പക്ഷെ ഇയാള് ചെയ്തത് ചവിട്ടുകയാണ് ചെയ്തത്. അതും വലിയൊരു അപരാധം. ഉടനെ എണീറ്റപ്പോ നേരെ കണ്ടത് കാലയവനെയാണ്. പിന്നെ എന്താ സംഭവിക്കാന്ന് അറിയാലോ, അദ്ദേഹത്തിന് ദേവന്മാരുടെ അനുഗ്രഹം, വരമൊക്കെ ഉണ്ട്. ഉടനെ കാലയവനന്റെ കഥ അതോടുകൂടി കഴിഞ്ഞു. അപ്പൊ മുജുകുന്ദൻ ഇങ്ങനെ നോക്കുകയാണ് ചുറ്റുപാടും. അത് കഴിഞ്ഞപ്പോ അവിടെ എന്താണ്, ഭഗവാൻ ചതുർബാഹുവായിട്ട് മുജുകുന്ദന് ദർശനം കൊടുക്കാണ്. അപ്പൊ അതിനു വേണ്ടിയായിരുന്നു, ഭക്തനാണ് മുജുകുന്ദൻ. അപ്പൊ ആ മുജുകുന്ദനെ ദർശനം കൊടുക്കാൻ വേണ്ടി കൂടിയാണ് അവിടേക്ക് ഭഗവാൻ ഓടിയെത്തിയത്. അപ്പൊ ഭഗവാന്റെ കാരുണ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ നമുക്ക് നമ്മുടെ ലൗകിക ഇതിലാവുമ്പോ ഇനി ഉറങ്ങിയതൊക്കെ മതി, ഇനി നമുക്ക് പ്രവർത്തിക്കണം എന്ന് പറയായിരിക്കും. അതുകൊണ്ടാണ് അവിടെ ഉണർത്തിപ്പിച്ചത് കാലയവനനെ കൊണ്ട്. അപ്പൊ ഈ കാലത്തിനെ നമുക്ക് മറികടക്കാൻ സാധിക്കില്ല. അപ്പൊ അവിടെ അതിനുള്ളത് അത് ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി മാത്രമേ അതൊക്കെ സാധിക്കുകയുള്ളൂ. എന്തായാലും മുജുകുന്ദന് ദർശനം കൊടുത്തു. അപ്പൊ മുജുകുന്ദൻ രണ്ടുപേരും കൂടി ഒന്ന് പരിചയപ്പെടുന്നുണ്ട്. ഞാൻ ഇക്ഷ്വാകു വംശത്തിലെ രാജാവാണ് എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്, സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഭഗവാനോട് പറയാണ്, എനിക്ക് ഇങ്ങനെ രാജകീയ സുഖ സൗകര്യങ്ങളിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഭഗവാന്റെ അനുഗ്രഹം, ഭഗവത് ദർശനം, അത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അപ്പോ ഭഗവാനും തോന്നിക്കാണും, ശരിയായിട്ടുള്ള ഭക്തന്മാർക്ക് അങ്ങനെയാണ്, എനിക്കൊന്നും ഇനി ജീവിതത്തിൽ ഇനി ആഗ്രഹങ്ങളൊന്നുമില്ല, ഒരേ ഒരു ആഗ്രഹം ഭഗവത് ദർശനം സാധ്യമാവണം എന്നുള്ളത് മാത്രമേ ആഗ്രഹമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോ അത് കേട്ടപ്പോ തന്നെ ഭഗവാനും സന്തോഷായി. ഇങ്ങനെയും ആളുകൾ ഉണ്ടല്ലോ ലോകത്തില്. അങ്ങനെ ആ ഒരു ജീവൻ മുക്ത അവസ്ഥ, ജീവിച്ചിരിക്കുമ്പോ തന്നെ മോക്ഷം ലഭിക്കുന്ന പോലെയുള്ള ഒരു അവസ്ഥയിലേക്കാണ് മുജുകുന്ദന് അനുഗ്രഹം ലഭിക്കുന്നത് ഭഗവാനിൽ നിന്ന്. പക്ഷെ ഒരു കാര്യം കൂടി പറഞ്ഞു,
ധാരാളം വധങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ. ഇപ്പൊ ദേവാസുര യുദ്ധത്തില് അവിടെ അവിടെ സേവനം അനുഷ്ഠിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അവിടെയും ധാരാളം അസുരന്മാരെ വധിച്ചിട്ടുണ്ടാവും. പിന്നെ ഇദ്ദേഹം ഒരു രാജാവാണ്. അപ്പൊ അവർക്ക് ചിലപ്പോഴൊക്കെ അവരുടെ രാജ്യഭരണത്തില് ചിലരെ വധിക്കാനും ചിലരെ ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതൊക്കെ വധം എന്നുള്ള വിധത്തിൽ അതൊരു പാപമാണ്. അങ്ങനെ വരുമ്പോ ആ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് അല്ലെങ്കിൽ പ്രായശ്ചിത്തമായിട്ട് തപസ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇവിടെ പറയാണ് അത് ഇത് കേൾക്കുന്നവർക്കും കൂടി പഠിക്കാൻ വേണ്ടിയിട്ട് മാലോകർക്ക് വിശ്വാസം വരുവാനായിട്ടാണ് അങ്ങനെ ചെയ്തത് എന്നാണ്. അപ്പൊ ആ ഗോപസ്ത്രീകൾക്ക് കുലവധൂധർമ്മം പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ആ മഹർഷിമാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് എല്ലാം ആചരിച്ച് അനുഷ്ഠിച്ച് കാണിച്ചു തരുന്ന അതാണ് ശ്രേഷ്ഠത. അപ്പൊ അങ്ങനെ വന്ന് എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും കൊടുത്തു. അതിനൊക്കെ ശേഷം അപ്പൊ അവിടെ പല കാര്യങ്ങളും ചെയ്തു. അതിനുശേഷം വീണ്ടും മധുര നഗരിയിൽ വന്നു. അപ്പൊ കാലയവനൻ കൊണ്ടുവന്ന സൈന്യമൊക്കെ അവിടെ തയ്യാറായി നിൽക്കും. കാലയവനൻ മാത്രല്ലേ ഭഗവാനെ പിന്തുടർന്നത്. അപ്പൊ കാലയവനന്റെ ആ 3 കോടി യവന സൈന്യത്തെ ഇല്ലായ്മ ചെയ്തു. അതിനുശേഷം വീണ്ടും ദ്വാരകയ്ക്ക് പോവാനായിട്ട് തയ്യാറാവാണ്. ഇനി ദ്വാരകയിൽ ഭഗവാൻ എത്തണം. അപ്പോഴാണ് അവിടെ അത് എല്ലാവിധത്തിലും ഐശ്വര്യ സമൃദ്ധമാവുള്ളൂ. ഭഗവാന്റെ സാന്നിധ്യം വേണം അവിടെ. അപ്പൊ വൈകുണ്ഠം പോലെ ആയിത്തീരാണ്. അവിടേക്ക് പോവാൻ തയ്യാറായി നിൽക്കുന്ന സമയത്താണ് ജരാസന്ധൻ വീണ്ടും പടകൂട്ടി അവിടെ വരുന്നത്. അപ്പൊ ഭഗവാൻ എന്താ ചെയ്തത്? ചരമവിജയം ദർപ്പായ പ്രദായ എന്നാ പറഞ്ഞത്. ചരമവിജയം എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഒരു ജയം. ഭഗവാന്റെ ദാനമാണ് അത്. ശരിക്ക് ഒന്ന് ജയിച്ചോട്ടെ, കാരണം എന്താണ്, അവൻ ഒന്ന് അഹങ്കരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടിക്കളഞ്ഞു എന്നാണ്. അപ്പോ ഭഗവാനെ സംബന്ധിച്ച് എന്തും, ഭഗവാൻ ചെയ്യുന്നത് എന്തും വളരെ പ്രത്യേകതകളുള്ള കാര്യങ്ങളാണ്. അന്ന് അമ്പാടിയിലുള്ളപ്പോ തൈരും വെണ്ണയൊക്കെ മോഷ്ടിച്ചു എന്ന് പറയുമ്പോഴും അപ്പോഴും നമുക്കറിയാം അത് അവരുടെ മനസ്സിനെയാണ് ഭഗവാൻ കവർന്നെടുത്തത് എന്ന്. അതുപോലെ ആ ഗോപസ്ത്രീകളുടെ വസ്ത്രാഭരണത്തിന്റെ കഥയിലും നമുക്കറിയാം എന്താണ്, എന്തുകൊണ്ടാണ് എന്നുള്ളത്. അപ്പൊ ഇവിടെ യുദ്ധത്തിൽ നിന്ന് ഓടി എന്ന് പറയുമ്പോൾ ഒരു ഭീരു എന്നുള്ള പോലെയാണ് പറയുക. പക്ഷെ ആ ഭാവവും നമുക്ക് ഒരു ധ്യാന രൂപമായിട്ടാണ്. ഇവിടെ ഗുജറാത്തില് റൺചോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൺചോഡ് റായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട്. അവിടത്തെ ഭാവം ഇതാണ്. ആ യുദ്ധത്തിൽ നിന്ന് ഓടിപ്പോകുന്ന ആ ഭാവമാണ് ഭഗവാന്റെ. അപ്പോ അങ്ങനെ ആ യുദ്ധത്തിൽ നിന്ന്, യുദ്ധം വേണ്ടാന്ന് വെച്ച് ദ്വാരകാപുരിയിലേക്ക് പലായനം ചെയ്ത്, അങ്ങനെയുള്ള അല്ലയോ ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ദശകം മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നത്. അപ്പൊ ജരാസന്ധന്റെ കഥയൊക്കെ പറയുമ്പോ അത് ഒരു കുറച്ചുകൂടി അതിന്റെ വേറൊരു തലത്തില് നമ്മൾ ആലോചിച്ചു നോക്കുമ്പോ ജരാസന്ധനെ നമുക്ക് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തുമ്പോ, ജീവിതത്തിന്റെ അവസാന നാളുകൾ അല്ലെങ്കിൽ കുറച്ചു സമയം കഴിയുമ്പോൾ ശരീരത്തിന്റെ ബലം ക്ഷയിക്കുകയൊക്കെ ചെയ്യുമ്പോൾ രോഗാവസ്ഥകൾ, ജരയും നരയൊക്കെ ബാധിക്കും എന്നുള്ളത് അറിയും. അപ്പോ ജരാവസ്ഥ, ഒരു വാർദ്ധക്യ അവസ്ഥയാണ് ശരിക്കും ജരാസന്ധൻ. അപ്പൊ ആ രോഗങ്ങളുടെ രൂപത്തില് മധുരാപുരി, നമ്മുടെ ശരീരത്തെ മധുരാപുരിയായിട്ട് വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെ രോഗാവസ്ഥകൾ ഒരു പ്രാവശ്യമൊന്നുമല്ല, പല പ്രാവശ്യം പല വിധത്തിലുള്ള രോഗങ്ങൾ വന്നു ചേരാണ്. അപ്പൊ അങ്ങനെ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് അപ്പൊ 17 തവണ ഓടിച്ചു എന്നാണ്. അപ്പൊ ഭഗവാന്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് ഈ രോഗാവസ്ഥയിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ കിട്ടുന്നുണ്ട്. പക്ഷെ വീണ്ടും അത് ആക്രമിക്കും ശരീരത്തിനെ. അപ്പൊ ഇതൊക്കെ ഈ കാലത്തിന്റെ സഹായത്തോടുകൂടി, ഇതൊക്കെ കാലത്തിന്റെ കളികളാണ് ഇതെല്ലാം. അവിടെ ഒന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. പിന്നീട് മുജുകുന്ദന്റെ കഥ പറഞ്ഞതും അതുപോലെ തന്നെയാണ്.
ഭഗവാൻ ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്താണ് എന്ന് പറഞ്ഞാൽ ഉത്തിഷ്ഠത ജാഗ്രത എന്നാണല്ലോ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഉറക്കം എന്നുള്ളത് ഒരു പരിധി വരെ നമുക്ക് നല്ലതുള്ളൂ. അത് കഴിഞ്ഞ് അത് ഉറക്കം ഒരു സ്വഭാവമായി മാറിയാൽ ബുദ്ധിമുട്ടായി. അപ്പൊ അതുകൊണ്ട് എപ്പോഴാണോ നമ്മൾ കർമ്മനിരതരാവേണ്ടത് എന്നും അതിനും കൂടി ഭഗവാന്റെ അനുഗ്രഹം വേണം എന്നുള്ളതാണ്. ഒന്നും ചെയ്യാതെ ഇരിക്കേണ്ട ഒരു അവസ്ഥയല്ല നമുക്ക് വേണ്ടത്. നമ്മുടെ സ്വധർമ്മം അല്ലെങ്കിൽ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആ കർമ്മം നമ്മൾ ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ഇതിൽ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ ആ ദ്വാരകാധീശനായിട്ട് വിളങ്ങുന്ന ആ ഗുരുവായൂരപ്പനെ മനസ്സിൽ ഓർത്തുകൊണ്ട്, അപ്പൊ ദ്വാരകാപുരി, അപ്പൊ പല സ്ഥലങ്ങളെ പറ്റി പറയുന്നുണ്ട്. വളരെ മോക്ഷത്തിനുള്ള സ്ഥലങ്ങളെ പറ്റിയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. അയോധ്യ, മധുര, ഹരിദ്വാർ, കാശി, പിന്നെ ദക്ഷിണേന്ത്യയിലുള്ള കാഞ്ചി, അവിടെ വിഷ്ണു കാഞ്ചി, ശിവ കാഞ്ചി, അങ്ങനെ 2 സ്ഥലങ്ങൾ. അതുപോലെ ഉജ്ജയിനി, ദ്വാരക, ഇത്രയും സ്ഥലങ്ങളെയാണ് പുണ്യ നഗരങ്ങളായിട്ട് പറയാം, മോക്ഷദായകങ്ങളായിട്ടുള്ളത്. ഇവിടെയൊക്കെ സന്ദർശിക്കുക. അല്ലെങ്കിൽ കാശിയിലൊക്കെ ജീവൻ ഉപേക്ഷിക്കുന്നവർക്ക് മോക്ഷം എന്നൊക്കെ പണ്ട് പറയുമല്ലോ. അതൊക്കെ വളരെ കൃത്യമായിട്ടുള്ള സംഗതികൾ തന്നെയാണ്. അപ്പൊ ഹരിദ്വാരിനെ ഒരു മായാനഗരി എന്ന് പറയും. അപ്പൊ ഇവിടെയൊക്കെ ഈ നാരായണീയ പഠനത്തോടുകൂടി നമുക്കൊക്കെ ഇങ്ങനെയുള്ള ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനും അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനും അതൊക്കെ കൃത്യമായിട്ട്, അപ്പൊ നാരായണീയത്തിൽ കൂടി നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ ഭാവത്തോടു കൂടി നമ്മൾ ഈ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അതിന്റെ ഒരു ആനന്ദം കുറെ കൂടി കൂടുതലായിരിക്കും നമുക്ക്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും എല്ലാവിധത്തിലും സംരക്ഷിക്കുന്ന ദ്വാരകാധീശനായിട്ടുള്ള ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈ ദശകം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാം. ഹരി ഓം.